അമേരിക്കൻ പ്രസിഡന്റിനെ ആക്ഷേപിക്കാമോ? ഒരിക്കലും പാടില്ല, അത് ശരിയല്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പ്രസിഡന്റിൻ്റെ നയങ്ങളെ നമുക്ക് അതിശക്തമായിട്ട് എതിർക്കാം. പക്ഷേ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇതിപ്പം ഉയർന്നു വരാനൊരു കാരണമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കേരളത്തിലെ കാര്യം ഓർക്കാം. നമ്മളിപ്പം മന്ത്രിമാരെ ബഹുമന്ത്രി എന്നാണ് വിളിക്കേണ്ടത്, ബഹുമാനപ്പെട്ട മന്ത്രി, അല്ലാതെ വെറുതെ സഖാവെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരോ അല്ല വിളിക്കേണ്ടത്. ബഹു ചേർത്തിരിക്കണം. അപ്പോൾ അതിൽ ഏറ്റവും തമാശ ഈ ബഹുമന്ത്രിമാർ, കേരളത്തിലെ ബഹുമന്ത്രിമാർ ആരൊക്കെയാണ്? ഇവരുടെ പേരുകൾ അറിയാമോ? എത്ര പേർക്കറിയാം ഇവരുടെ പേരുകൾ? പല മന്ത്രിമാരുടെയും പേരുകൾ കേൾക്കുമ്പം ആഹാ, ഇവർ മന്ത്രിയാണോ, ഇപ്പോഴും മന്ത്രിയാണോ, അല്ലെങ്കിൽ ഇവർ മന്ത്രിയാണോ എന്ന് അതിശയം തോന്നിപ്പോവും. ഇങ്ങനെയുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആളുകൾ, പണ്ട് കാലത്തൊക്കെ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളമാകെ അറിയപ്പെടുന്ന ആളാണ്. മുഖ്യമന്ത്രി പോലെ യോഗ്യനായ ആളാണ് മന്ത്രിയായിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം ഏത് ഉടങ്കൊല്ലിക്കും മന്ത്രിയാകാമെന്നുള്ള സ്ഥിതിയുണ്ട്. അതിപ്പോൾ കേന്ദ്രത്തിലും വലിയ മെച്ചമൊന്നുമല്ല. കേന്ദ്രത്തിലെ മന്ത്രിമാരൊക്കെ പ്രധാനമന്ത്രിക്ക് തുല്യരായിരുന്നു. പ്രധാനമന്ത്രി പോലും പേടിച്ചിരുന്ന ആളുകളാണ് കേന്ദ്രത്തിൽ മന്ത്രിമാരായിരുന്നത്. ഇന്നിപ്പോഴെന്താ, എല്ലാവരും ഒക്കെ ഈ പിന്നെ ചെറുകിട പാർട്ടികൾ. അപ്പോൾ അതൊരവസ്ഥ. അപ്പോൾ ഇവിടെ ഈ പ്രസിഡന്റിനെതിരെ വിമർശനം എത്ര വരെ ആകാമെന്നുള്ളതിൻ്റെ ഒരു വിവാദം ഉയർന്നത് കഴിഞ്ഞ ദിവസം ഈ IT സെർവ് എന്ന് പറഞ്ഞ സംഘടനകളുടെ IT-കാരുടെ ഒരു സംഘടന, ഒരു ചെറുകിട സംഘടനയാണ്, കുറച്ച് ആളുകളുള്ള, എന്നാൽ സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ട ഒരു സംഘടന. അപ്പോൾ അവരുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ച മെരിലാൻഡിൽ നിന്നുള്ളൊരു ഇമിഗ്രേഷൻ അറ്റോർണി ഷീലാമൂർത്തി, അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ് പെട്ടെന്ന് വിമർശനം ഉയർത്തിയത്. അവർ പറഞ്ഞത് പ്രസിഡന്റിന് പിന്നാമ്പുറത്തിൻ്റെ ഒരു തൊഴി കൊടുക്കണം, അതല്ല ഒന്നുകൂടെ കൊടുക്കണം, അതിന് 2 തൊഴി കൊടുക്കണം. ഇതൊക്കെ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും, പക്ഷേ അങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവർ തമാശയായിട്ട് പറയുന്നത് പ്രസിഡന്റിൻ്റെ 3 ഭാര്യമാരിൽ 2 പേര് ഇമിഗ്രൻസ് ആയിരുന്നു. അതിൻ്റെ അവർ പറയുന്ന കാരണവും തമാശയ്ക്ക് പറയുന്നതാണെന്നുള്ള വ്യക്തമാണ്. അപ്പം ഈ അമേരിക്കക്കാർ ഏറ്റെടുക്കാത്ത ജോലികളൊക്കെയാണ് ഈ ഇമിഗ്രൻസ് ആയിട്ട് ഉള്ളവർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് 2 ഭാര്യമാർ ഇമിഗ്രൻസ് ആയിരുന്നു പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് വേണ്ട, അതുകൊണ്ട് ഇമിഗ്രൻസ് ആയിട്ടുള്ളവർക്ക് കൊടുത്തു എന്നുള്ള രീതിയിൽ. പിന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യം, ശരിയാണ്, പ്രസിഡന്റ് ദൈവമൊന്നുമല്ല. പ്രസിഡന്റ് പറയുന്ന പോലെ എല്ലാം കാര്യങ്ങൾ നടക്കാനായിട്ട് അങ്ങനത്തെ ഒരു രാജ്യമല്ല അമേരിക്ക. ഇവിടെ നിയമവാഴ്ചയും നിയമാനുസൃതമാണ് കാര്യങ്ങൾ പോകേണ്ടത്. വളരെ കറക്റ്റായുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ അത് പത്രങ്ങളിലൊക്കെ വാർത്തയായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വാർത്തയായി എന്ന് മാത്രമല്ല, ഇൻ്റർനെറ്റിലെല്ലാം എക്സിലെല്ലാം ഭയങ്കരമായ ചർച്ചയുണ്ടായി. അതായത് ഇന്ത്യൻ H1 കാർട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൂഢസംഘം, അവർ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നു, പ്രസിഡന്റിനെ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രസിഡന്റിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നമ്മുടെ ലാംഗ്വേജ് എപ്പോഴും മെച്ചമായിരിക്കണം. ഇപ്പം നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിൻ്റെ തന്ത എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പദമാണ്. നിൻ്റെ അച്ഛനെ കണ്ടു, വഴിക്ക് വെച്ച് നിൻ്റെ അച്ഛനെ കണ്ടു, ഓക്കെ, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ലാംഗ്വേജ് എത്ര വ്യത്യസ്തമാണ്. അപ്പോൾ ആ പറയുന്ന ലാംഗ്വേജും പറയുന്ന രീതിയും, ഇപ്പം അമ്മമാരോട് ചോദിച്ചാൽ നിൻ്റെ തന്തയോട് പോയി പറ, നമുക്കാർക്കും വിഷമം വരികയില്ല, കാരണം അത് അമ്മയാണ് പറയുന്നത്. അതിൽ ഒരു ആക്ഷേപകരമായി ഒന്നുമില്ല. പക്ഷേ പുറത്തു നിന്നുള്ള ഒരാളെന്ന് പറയുമ്പോൾ നമുക്കത് ആക്ഷേപകരമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അതും അമേരിക്കൻ പ്രസിഡന്റിനെതിരെ പറയുമ്പോൾ, പ്രസിഡന്റിനെതിരെയല്ല ആർക്കെതിരെയെങ്കിലും പറയുമ്പോൾ അത് ഏറ്റവും ശ്രദ്ധാപൂർവം ആയിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇന്ത്യയിൽ നമുക്കറിയാം, പ്രധാനമന്ത്രി മോദിക്കെതിരെ അതിശക്തമായിട്ട് ഓരോരുത്തർ, ഇടതുപക്ഷത്തുള്ളവരും ഇസ്ലാമിക പക്ഷത്തുള്ളവരും ഒക്കെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്ന കാണാറുണ്ട്. അതും നിന്ദ്യമായ വിമർശനങ്ങൾ. അതും ശരിയല്ല. പ്രധാനമന്ത്രി ആരായാലും അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായാലും ആ സ്ഥാനത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു പോലീസുകാരൻ, നമുക്കറിയാം, ഒരു ഡ്യൂക്കിന് ഒരു ചെറുകിട ഉദ്യോഗമാണ്, പക്ഷേ എന്ന് പറഞ്ഞാലും അയാളിട്ടിരിക്കുന്ന യൂണിഫോമിന് ഒരു വിലയുണ്ട്. അതാണ് നമ്മൾ ആദരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ ഒരു ആക്ഷേപം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഇന്ന് എന്ത് ചെയ്താലും ഇന്ത്യക്കാർ എന്ത് ചെയ്താലും വിമർശനം വരുന്ന കാലമാണ്. ഇപ്പം കാലിഫോർണിയ ഓറിഗണിൽ കഴിഞ്ഞ ദിവസം ഒരു ട്രക്ക് ഡ്രൈവർ ട്രക്കിടിച്ച് 2 പേര് നവദമ്പതികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ അതേതരം 3ാമത്തെ സംഭവമാണിത്. അയാൾ ഇല്ലീഗലായിട്ട് വന്നതാണ്, സിക്കുകാരൻ. അയാൾക്ക് കാലിഫോർണിയ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, ഈ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു. അയാൾ
രണ്ടുപേര് അയാളുടെ ട്രക്ക് ഇടിച്ച് രണ്ടുപേര് മരിച്ചു. അപ്പോൾ അപകടം ഉണ്ടാകുന്ന മനഃപൂർവ്വമല്ല, 32 വയസ്സേ ഉള്ളൂ. നേരത്തെ ഫ്ലോറിഡയിൽ ഇതുപോലെ ട്രക്ക് തിരിക്കരുതാത്തടുത്ത് തിരിച്ചപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് വന്ന വണ്ടി ഇടിച്ച് 3 പേര് മരിച്ചു. അത് പ്രസിഡൻ്റൊക്കെ അതിശക്തമായ വിമർശനമാണ് ഉയർത്തിയത്. അതിനുശേഷം കാലിഫോർണിയയിൽ കള്ളടിച്ചിട്ടാണെന്നൊന്നും ഒരുത്തൻ, പിന്നെ അത് 22-23 വയസ്സുള്ളവൻ, അവൻ്റെ സെമി ട്രക്ക് പോയി ഇടിച്ച് 3 പേര് മരിച്ചു. അപ്പോൾ അതിനുശേഷമാണ് ഈ സംഭവം കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇല്ലീഗലായിട്ട് ഇവിടെ വരുന്നു, അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നു, അത് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ പിന്നെ ഡ്രൈവ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുന്നു, അവരിങ്ങനെ അപകടം ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഇല്ലീഗൽസിനെതിരെയും ഇന്ത്യക്കാർക്കെതിരെയൊക്കെ അതിശക്തമായൊരു വികാരം ഉയർത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒന്നിനു പുറകെ ഒന്നായിട്ട് അത് എല്ലാം ഇന്ത്യക്കാർ കഥാപാത്രമാകുന്നു. അതിൽ ഏറ്റവും തമാശയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് പിന്നെ എക്സിൽ ഒരു കുറിപ്പാണ്, അതിനെപ്പറ്റി എവിടെയോ വാർത്തയും വായിച്ചു. അതായത് അമേരിക്കയിൽ വന്നാൽ മുഴുവൻ ഇന്ത്യക്കാർ, കാനഡയിൽ ചെന്നാൽ അവിടെ ഇന്ത്യക്കാർ, ഇനി ബ്രിട്ടനിൽ ചെന്നാലോ അവിടെ ഇന്ത്യക്കാർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കാരൊരു ശല്യക്കാരാണ്, ഇന്ത്യക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചൈനക്കാരും ഇതുപോലെയുണ്ട്, പക്ഷെ അവർക്കെതിരെ ഒരു വിരോധം വരുന്നില്ല. ഇന്ത്യക്കാർക്കെതിരെയാണ് ഈ വിരോധം മുഴുവൻ വരുന്നത്. ചൈനക്കാരുടെ നിറം കുറച്ചുകൂടെ നല്ലതാണ്, അതുകൊണ്ട് പിന്നെ അത്രയ്ക്ക് വിരോധം വരാൻ വഴിയില്ല. പക്ഷേ ഇന്ത്യക്കാരോടുള്ള വിരോധം പ്രധാനമായിട്ടും വരുന്നത് H1 വിസ. ഇവിടെ വരുന്ന H1ൽ ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ വന്ന് ഇവിടുത്തുകാരുടെ ജോലി ഇല്ലാതാക്കുന്നു എന്നുള്ള ആരോപണത്തിൽ കുറച്ച് കാര്യം ഉണ്ട് താനും. നമ്മുടെ ആളുകൾ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ചാൻസുകൾ കുറയുന്നു എന്ന് വിചാരിക്കുന്നവർ ധാരാളം പേരുണ്ട്. നമ്മുടെ ആളുകൾ തന്നെ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത് തർക്കമറ്റ ഒരു കാര്യവുമാണ്. അപ്പം എത്ര കണ്ട് വരാം, അർഹിക്കുന്ന ആളുകളും അതിന് ഇവിടുത്തുകാർക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള ആളുകളുമാണ് വരേണ്ടത്. അതിന് പകരം ഒരു മാഫിയ പോലെ പിന്നെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകുന്നു എന്നുള്ള ഒരു സ്ഥിതിയും അതും ദോഷകരമാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്കും ഇന്ത്യക്കാർക്കും എതിരെയുള്ള ഒരു വികാരം ഉണ്ടാകുന്നതിന് ഇതൊക്കെ കാരണമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടിയാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ. അപ്പോൾ നമ്മുടെ വാക്കുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചുപയോഗിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.